ഉത്രാട തലേന്ന് പുറപ്പെട്ട് രാമേശ്വരവും ധനുഷ്കോടിയും കണ്ട് തിരുവോണത്തിന് രാവിലെ തന്നെ വീട്ടിലെത്തുന്ന രീതിയിൽ ഒരു യാത്ര പോയിട്ട് വരാം. ബസ്സും ട്രെയിനും അടങ്ങുന്ന പൊതുഗതാഗത മാർഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ റെയിൽവേ പാലവും രാമേശ്വരവും പ്രേതനഗരമായ ധനുഷ്കോടിയും കണ്ട് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമുക്ക് വീട്ടിൽ തിരിച്ചെത്താം. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. പുനലൂരിൽ നിന്ന് തെങ്കാശി, മധുര, രാമേശ്വരം വഴിയാണ് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. പുനലൂരിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 5:15 പുറപ്പെട്ട് രാവിലെ 3:35 മധുരയിലെത്തുന്ന പുനലൂർ മധുര എക്സ്പ്രസ് ട്രെയിനിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഓണത്തിന്റെ തിരക്കുകൾ കാരണം പറ്റിയില്ല. കുറച്ച് വൈകിയാണ് പുനലൂരിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. പുനലൂരിൽ നിന്ന് മധുരയിലെത്തി അതിരാവിലെ 6:50 മധുരയിൽ നിന്ന് പുറപ്പെടുന്ന മധുര രാമേശ്വരം പാസഞ്ചർ ട്രെയിനാണ് നമ്മൾ രാമേശ്വരത്തേക്ക് പോകുന്നത്. ഇനി അധികം താമസിക്കേണ്ട, നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. രാത്രി 9:40 ആയപ്പോഴേക്കും പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഉത്രാട തലേന്നാണ്. സ്വാഭാവികമായും നല്ല തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരു 10:15 വരെ നമ്മൾ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നു. നിരവധി ബസ്സുകൾ വന്നു പോകുന്നുണ്ട്. ഓണത്തലേന്നായതുകൊണ്ട് തന്നെ വീട്ടിലെത്തിപ്പെടാനായി എല്ലാവരും നല്ല തിരക്കോടുകൂടിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നമ്മളും 10:15 വരെയാണ് നിന്നത്. 10:15 കഴിഞ്ഞപ്പോൾ ഒരു തെങ്കാശി ബസ് വന്നു. അതിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം കഴുതുരുട്ടി വരെ ഞാൻ നിൽക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് സീറ്റ് ലഭിച്ചു. അങ്ങനെ ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മുടെ തെങ്കാശിയിൽ എത്തിച്ചേർന്നു. സമയം 12:24 ആയിട്ടുണ്ട്. തെങ്കാശി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഉറക്കക്ഷീണം തീർത്തപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള അടുത്ത ബസ് എത്തിച്ചേർന്നു. ചെങ്കോട്ട ഡിപ്പോയിൽ നിന്ന് തിരുപ്പൂർ ലക്ഷ്യമാക്കി പോകുന്ന ഒരു ബസ്സാണ് ഇത്. മധുര വഴിയാണ് കടന്നു പോകുന്നത്. മധുരയിലെ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റുമെന്ന് കണ്ടക്ടർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറി. സീറ്റ് കിട്ടി. പശ്ചിമഘട്ടം കടന്നെത്തുന്ന മൺസൂൺ കാറ്റുകൾ തെങ്കാശി സ്റ്റാൻഡിനെ തണുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കമായിരിക്കുന്നു. ദീർഘദൂര യാത്രയ്ക്കുള്ള ആളുകൾ മാത്രമാണ് നിലവിൽ തെങ്കാശി സ്റ്റാൻഡിലുള്ളത്. കണ്ടക്ടർ വന്നു, ടിക്കറ്റ് തന്നു. തെങ്കാശിയിൽ നിന്ന് മധുരയിലെ ആറപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക് 150 രൂപയാണ് ഒരാൾക്കാകുന്നത്. അതൊരു വലിയ തുകയാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ KSRTCയിലെ ടിക്കറ്റിനെ അപേക്ഷിച്ച് തമിഴ്നാട് ട്രാൻസ്പോർട്ടിലെ ടിക്കറ്റ് ചാർജ് കുറവാണ്. തെങ്കാശിയിൽ നിന്ന് കയറി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 2:10 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തെങ്കാശി മധുര റൂട്ടിലെ രാജപാളയത്താണ്. രാജപാളയത്ത് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ഉണ്ട്. ഞാൻ ബസ്സിന് പുറത്തിറങ്ങി രാജപാളയം സ്റ്റാൻഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. രാത്രിയാണെങ്കിലും അത്യാവശ്യം കടകളൊക്കെ തുറന്നിരിക്കുകയാണ്. ദീർഘദൂര യാത്രക്കാരെല്ലാം സ്റ്റാൻഡിലുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചെങ്കോട്ടയിൽ നിന്ന് കോയമ്പത്തൂരിനടുത്തുള്ള തിരുപ്പൂരിലേക്കാണ് നമ്മുടെ ബസ് പോകുന്നത്. മധുര വഴിയാണ് കടന്നു പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ദൂരമാണ് ഈ ബസ് സഞ്ചരിക്കുന്നത്. ഏകദേശം 350 കിലോമീറ്ററിനടുത്ത് ഒരു ഭാഗത്തേക്ക് തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ബസ് എടുത്തു. ഞാൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു. 3:45 തിരുമംഗലത്തും 4:15 മധുര ആറപ്പാളയം ബസ് സ്റ്റാൻഡിലേക്കും എത്തിച്ചേർന്നു. ആറപ്പാളയത്ത് നിന്ന് നമുക്ക് മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. മധുര റെയിൽവേ സ്റ്റേഷനും മധുര പെരിയാർ ബസ് സ്റ്റാൻഡും ഒരു സ്ഥലത്ത് തന്നെയാണ്. ആറപ്പാളയം ബസ് സ്റ്റാൻഡിന് പുറത്ത് നിന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കുള്ളൊരു ബസ് ലഭിച്ചു. 15 രൂപയാണ്. ഇതൊരു സിറ്റി സർക്കുലർ ബസ് ആണെന്ന് തോന്നുന്നു. മിക്കവാറും പെരിയാർ ബസ് സ്റ്റാൻഡ് ആറപ്പാളയം ഭാഗത്തേക്ക് പോകുന്നത് കാണാം. ഞാൻ എന്തായാലും ആറപ്പാളയത്ത് നിന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിലെത്തി. പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് കരുതി. 18 രൂപയാണ് ചായയ്ക്ക്. രൂപ എത്രയായാലും ഏത് യാത്രയായാലും ചായയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ചായ കുടിച്ചു. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആവാനായിട്ട് ഒരുപാട് ഹോട്ടൽ ഞാൻ നോക്കി. ഒരു ഹോട്ടലിൽ 1000 രൂപ പറഞ്ഞു. അതെന്തായാലും വളരെയധികം കൂടുതലാണ്. പിന്നീട് ഒരു ഹോട്ടലിൽ 200 രൂപ പറഞ്ഞു. അത് നല്ല ടോയ്ലറ്റും ഒക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കയറി ഫ്രഷായി മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. 6:50 മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് നമ്മുടെ പാസഞ്ചർ ട്രെയിൻ പുറപ്പെടുന്നത്. എങ്കിലും 5:30 അടുപ്പിച്ച് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം പിടിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് മധുര രാമേശ്വരം പാസഞ്ചർ കിടക്കുന്നത്. നല്ല തിരക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് എല്ലാ സീറ്റും രാവിലെ തന്നെ ഫില്ലായിട്ടുണ്ട്. ഞാൻ പിന്നെ നടന്ന് ഒരു സീറ്റ് ഒപ്പിച്ചു. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ബാഗൊക്കെ വെച്ച് അവിടെ ഇരുന്നു. 5:57 ആയിട്ടേ ഉള്ളൂ. ഇനിയും 1 മണിക്കൂറോളം ഉണ്ട് ട്രെയിൻ പുറപ്പെടാനായിട്ട്. സമയം 6:50 ആയി. ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി.
മധുരയിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം എത്തുന്നത് മധുര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടെയാണ്. പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ മധുരയിൽ നിന്ന് രാമേശ്വരം വരെയുള്ള എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. സമാധാനമായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ക്യാബിനിൽ നല്ല വഴക്ക് നടക്കുകയാണ്. ഒരു ഫാമിലി, അവരുടെ കുട്ടികളുണ്ട്. കുട്ടികൾ ആ സീറ്റിൽ കിടക്കുകയാണ്. സെക്കൻഡ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു സീറ്റും റിസർവ്ഡ് അല്ല. അങ്ങനെ ഒരു ഹിന്ദി ഫാമിലി വന്ന് അവരോട് പറയാണ് കുട്ടികളെ എടുത്ത് മടിയിലേക്ക് കിടത്ത്, അപ്പം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അവരത് സമ്മതിക്കുന്നതേ ഇല്ല. എന്തായാലും നമ്മുടെ സമാധാനം പോയി കിട്ടി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല ബഹളം കേൾക്കുന്നത്. യാത്ര തുടങ്ങി ഇത്രയും നേരമായിട്ട് വലിയ നഗരങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത്. റെയിൽപാതയുടെ ഇടതുവശത്തു കൂടിയാണ് മധുര രാമേശ്വരം NH 87 കടന്നു പോകുന്നത്. മിക്ക സ്ഥലങ്ങളിലും നമുക്ക് റോഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൈഗാ നദി ഒഴുകുന്നതും ഈ റെയിൽപാതയുടെ ഒരു വശത്തു കൂടിയാണ്. തേനിയിൽ നിന്ന് തുടങ്ങി മധുര വഴി വൈഗാ നദി രാമേശ്വരത്തിനടുത്ത് വെച്ചിട്ടാണ് കടലിൽ പതിക്കുന്നത്. അപ്പോൾ ആ ഒരു നദിയും ഒഴുകി വരുന്നത് നമ്മുടെ ഈ റെയിൽപാതയുടെ അരികിലൂടെയാണ്. മധുര രാമേശ്വരം റെയിൽപാതയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. മാനാമധുര എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര്. 2 ലൈനുകളാണ് ഈ ജംഗ്ഷനിൽ സന്ധിക്കുന്നത്. അതായത് നമ്മുടെ മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള റെയിൽവേ ലൈനും തെങ്കാശി സൈഡിൽ നിന്ന് കാരക്കുടി ഭാഗത്തേക്കുള്ള റെയിൽവേ ലൈനും മാനാമധുരയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷൻ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്, മാനാമധുരൈ ജംഗ്ഷൻ. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് കടന്നു പോകുന്നത് മാനാമധുരൈ വഴിയാണ്. കാരക്കുടിയിലെത്തി വേളാങ്കണ്ണിയിലേക്ക് പോകുന്നു. നമുക്ക് വേണമെങ്കിൽ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസിൽ മാനാമധുരയിലെത്തിയും രാമേശ്വരത്തേക്ക് പോകാം. പക്ഷേ സീറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മധുരയിൽ നിന്ന് തന്നെ രാമേശ്വരത്തേക്ക് പോകുന്നതാണ് നല്ലത്. മാനാമധുര മുതൽ നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിജനമായ പ്രദേശങ്ങളാണ്, വലിയ ആളുകളെ ഒന്നും കാണാനില്ല. ഇടയ്ക്കൊക്കെയായിട്ട് കുറച്ച് കർഷകരെ കണ്ടിരുന്നു. കാലി മേയ്ക്കാനും പിന്നീട് കോഴിയും താറാവുമൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ തമ്പടിച്ച് കുറച്ചധികം കർഷകരെ കണ്ടിരുന്നു. അതുകൂടാതെ ഇതുപോലെയുള്ള ചെറിയ കുറ്റിച്ചെടികളുമൊക്കെ ആയിട്ടുള്ള വനങ്ങളാണ് കാണപ്പെടുന്നത്. അധികം ദൂരെയല്ലാതെ വൈഗാ നദി ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇവിടെയൊന്നും വലിയ വരൾച്ച ഫീൽ ചെയ്യുന്നില്ല. സമയം 9:10 ആയിട്ടുണ്ട്. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. നമുക്കറിയാം, നമ്മൾ പോകാൻ പോകുന്ന ധനുഷ്കോടിയും രാമേശ്വരവും എല്ലാം ഉൾപ്പെടുന്നത് രാമനാഥപുരം ജില്ലയിലാണ്. തമിഴ്നാടിൻ്റെ തുടക്കകാലത്ത്, അതായത് 1956 കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ട ഒരു ജില്ലയാണ് രാമനാഥപുരം. ട്രെയിനിലുണ്ടായിരുന്ന പകുതിയോളം ആളുകൾ രാമനാഥപുരം സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് കയറാനും ആളുകളുണ്ട്. രാമേശ്വരം ഭാഗത്തേക്ക് പോകാനും നിരവധി ആളുകൾ കയറിയിട്ടുണ്ട്. നമുക്കേറെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന് ജന്മം നൽകിയ ജില്ല കൂടിയാണ് രാമനാഥപുരം.
നമുക്ക് ബംഗാൾ ഉൾക്കടൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാമേശ്വരത്തേക്ക് ഇനി അധിക ദൂരമില്ല. ഇനി എത്തിച്ചേരാൻ പോകുന്നത് മണ്ഡപം സ്റ്റേഷനിലേക്കാണ്. മണ്ഡപം ക്യാമ്പ്, മണ്ഡപം എന്ന് പറയുന്ന 2 റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ റെയിൽ പാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാമേശ്വരത്ത് പാമ്പൻ പാലത്തിന് താഴെയായി പണ്ടും റെയിൽപാത ഉണ്ടായിരുന്നു. ഈ റെയിൽപാതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാമ്പൻ പാലം വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ റെയിൽപാത താഴെ നല്ല ഉയരക്കുറവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും മറ്റും കടന്നു പോകുന്നതിനായിട്ട് ഈ റെയിൽപാതയുടെ ഒരു ഭാഗത്ത് നമുക്ക് ഉയർത്താൻ കഴിയും. അങ്ങനെയുള്ള റെയിൽപാതയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കാലപ്പഴക്കം മൂലം റെയിൽവേ പിന്നീട് പുതുക്കി പണിഞ്ഞു. ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം എന്ന് പറയുന്നത്. വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ വരുമ്പോൾ 2 വശത്തേക്ക് പാലം ഉയർത്തി കടത്തിവിടാൻ കഴിയുന്ന രീതിയിലാണ് നിലവിൽ പാലം പണിഞ്ഞിരിക്കുന്നത്. അതാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ റെയിൽ പാലമാണ് രാമേശ്വരത്തുള്ളത്. സമയം 9:37 ആയിട്ടുണ്ട്. മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇനിയുള്ളത് മണ്ഡപം സ്റ്റേഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പാലത്തിൻ്റെ പണികൾക്കായിട്ട് കുറച്ചധികം കാലം രാമേശ്വരത്തേക്ക് ട്രെയിനുകൾ പോയിരുന്നില്ല. മണ്ഡപം സ്റ്റേഷൻ വരെയായിരുന്നു ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്നത്. നിലവിൽ പാലത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ ട്രെയിനുകൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. മണ്ഡപം കഴിഞ്ഞതു മുതൽ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട ഫീലാണ്. തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ്. നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. 9:37 ആയതേ ഉള്ളൂ. ഒരു നട്ടുച്ചയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചൂട് ഇപ്പം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മണ്ഡപം, പാമ്പൻ എന്നീ 2 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിലായിട്ടാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ റെയിൽവേ പാലവും സ്ഥിതി ചെയ്യുന്നത് ആ 2 സ്റ്റേഷനുകൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നത് ട്രെയിനിലല്ല എങ്കിൽ, നിങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളിലോ അല്ലെങ്കിൽ ബസ്സിലോ വല്ലോ വരികയാണെങ്കിൽ ഒന്നുകിൽ മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, അല്ലെങ്കിൽ മണ്ഡപം സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഈ കാണുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറിയാൽ നിങ്ങൾക്ക് പാമ്പൻ പാലവും പാമ്പൻ റെയിൽ പാലവും കണ്ട് യാത്ര ചെയ്ത് ഒന്നുകിൽ പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലോ അതല്ല എങ്കിൽ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പാമ്പൻ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ റെയിൽ പാലത്തിലേക്ക് ട്രെയിൻ പ്രവേശിച്ചു തുടങ്ങി. ഈ റെയിൽ പാതയിൽ നിന്ന് പാമ്പൻ പാലത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്ന പാലത്തിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുന്ന യഥാർത്ഥ പാമ്പൻ പാലത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. $535 കോടി ചെലവിലാണ് ഇന്ത്യൻ റെയിൽവേ 2.07 കിലോമീറ്റർ നീളം വരുന്ന ഈ ഒരു റെയിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1914 ബ്രിട്ടീഷുകാർ പണിത ഉരുക്കുപാലവും നമുക്ക് സമീപത്തായിട്ട് കാണാം. ഒരു കാലം വരെ ഈ ഒരു പാലത്തിലൂടെയായിരുന്നു ട്രെയിനുകൾ കടന്നുപോയത്. അറ്റകുറ്റപ്പണികൾ അസാധ്യമായതിനെ തുടർന്നാണ് റെയിൽവേ പുതിയൊരു പാലം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് മുന്നിൽ കാണുന്ന പഴയ പാലത്തിലൂടെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത് 2022 ഡിസംബർ വരെ മാത്രമായിരുന്നു. ട്രെയിൻ ഗതാഗതം അതിനുശേഷം നിരോധിച്ചു. പിന്നീട് പാലത്തിന്റെ പണി തുടങ്ങി. പാലത്തിന്റെ പണി പൂർത്തിയായത് 2023
2024 ഒക്ടോബർ മാസത്തോടു കൂടിയാണ്. അതും കഴിഞ്ഞ് 2025 ഏപ്രിലായി ട്രെയിനുകൾ ഓടിത്തുടങ്ങാൻ. 2025 ഏപ്രിലായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടനം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ റെയിൽ പാലം. ഈ ഒരു ഭാഗമാണ് കപ്പലുകൾക്കും ബോട്ടുകൾക്കും പോകുവാനായിട്ട് ഉയരുന്നത്. ഏതാണ്ട് 3 മിനിറ്റ് കൊണ്ട് ഉയരുകയും 2 മിനിറ്റ് കൊണ്ട് താഴുകയും ചെയ്യുന്നതാണ് ഈ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്ന പാത വൈദ്യുതീകരണം പൂർത്തിയായ പാതയല്ല. പക്ഷേ എൻ്റെ ഈ ഒരു യാത്ര വൈദ്യുതീകരണം പൂർത്തിയാകാത്ത പാതയിലെ അവസാന യാത്രയായിരിക്കും. കാരണം ഏതാണ്ട് 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയായി ട്രെയിനുകൾ ഓടിത്തുടങ്ങും. വൈദ്യുതീകരണം പൂർത്തിയായാൽ ഈ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ ലഭ്യമായി തുടങ്ങുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസും ഉൾപ്പെടും. നിലവിൽ അമൃത എക്സ്പ്രസ് മധുര വരെയാണ് സർവീസ് നടത്തുന്നത്. ആ ഒരു സർവീസ് വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടുകൂടി രാമേശ്വരം വരെ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇനി ഒരു 10 കിലോമീറ്റർ താഴെ മാത്രമാണ് രാമേശ്വരത്തേക്കുള്ളത്. നിങ്ങൾക്ക് വരുമ്പോൾ വേണമെങ്കിൽ പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിൽ കയറി രാമേശ്വരത്തേക്ക് പോകാം. കാരണം ബസ് റൂട്ടിൽ കുറച്ചധികം കാഴ്ചകളുണ്ട്, ക്ഷേത്രങ്ങളും മറ്റ് കാഴ്ചകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാമ്പനിൽ ഇറങ്ങിയിട്ട് രാമേശ്വരത്തേക്ക് പോകാം. അതല്ല എങ്കിൽ നേരെ രാമേശ്വരത്ത് ഇറങ്ങാം. ഞാൻ എന്തായാലും രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൊണ്ട് രാമേശ്വരത്ത് ഇറങ്ങുകയാണ്. സമയം 10:10 ആയിട്ടുണ്ട്. നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. റെയിൽവേ 3 മണിക്കൂർ 40 മിനിറ്റാണ് പറഞ്ഞതെങ്കിലും 3 മണിക്കൂർ 40 മിനിറ്റിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് നേരത്തെ തന്നെ നമ്മളെ രാമേശ്വരത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. 40 രൂപയായിരുന്നു മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നമ്മളെയും കാത്തൊരു ബസ് കിടപ്പുണ്ടായിരുന്നു. രാമേശ്വരത്തെ പ്രധാന ക്ഷേത്രമായ രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കും അഗ്നിതീർത്ഥത്തിലേക്കും ഒക്കെ പോകുന്ന ബസ്സാണ്. രാമേശ്വരം ഭാഗത്തെയും ധനുഷ്കോടി ഭാഗത്തെയും കാണാനുള്ള ക്ഷേത്രങ്ങളുടെ ബോർഡുകൾ പുറത്തുണ്ട്. അത് നോക്കി പോയാൽ മതി. ആരുടെയും സഹായം പിന്നീട് വേണ്ടി വരില്ല. ടിക്കറ്റ് എടുത്തു. 10 രൂപയാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കായത്. ക്ഷേത്രത്തിനകത്ത് കയറി തിരിച്ചിറങ്ങി. അകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അകത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പുറത്തിറങ്ങി. ഇന്നലെയാണ് അവസാനമായിട്ട് ആഹാരം കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. തൊട്ട് മുന്നിൽ തന്നെ നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറി ആഹാരം കഴിച്ചു. തരക്കേടില്ലാത്ത ആഹാരമായിരുന്നു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ പൂരിയിൽ ഒതുക്കിയില്ല. ഒരു മസാല ദോശ കൂടി വാങ്ങി കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി അഗ്നിതീർത്ഥത്തിലേക്ക് നടന്നു. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കാഴ്ചകളൊക്കെ കൊണ്ട് പതുക്കെ നടന്നു. അഗ്നിതീർത്ഥത്തിൽ നിന്നാണ് രാമേശ്വരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസുകൾ ഉള്ളത്. നമുക്ക് പോകാനുള്ള ബസ്സും വന്നിട്ടുണ്ട്. ധനുഷ്കോടിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബസ്സിൽ കയറി കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. ചില ബസ്സുകളിൽ നമ്മളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല, പ്രത്യേകിച്ച് തമിഴ്നാട് ബസ്സുകൾ. കാരണം സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സീറ്റാണെന്ന് പറയും. ഞാൻ എന്തായാലും ഫ്രണ്ടിലിരുന്നു. കണ്ടക്ടർ കണ്ടു, ടിക്കറ്റും തന്നു. വണ്ടിയിൽ അധികം യാത്രക്കാരൊന്നുമില്ല. ഞാനും പിന്നെ ഒരു കൊച്ചുകുട്ടിയും ഒരു അമ്മയും മാത്രമാണ് യാത്രക്കാരായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. നമ്മുടെ ഈ ബസ്സിലില്ല. പക്ഷേ സൗജന്യ യാത്രയ്ക്കായിട്ട് വേറെ സ്പെഷ്യൽ ബസ്സുകളുണ്ട്. ആ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ട് എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടി എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. രാമനാഥപുരം സ്വദേശിയാണ്. ഇവിടെ ചേട്ടൻ ഒരു വാച്ച് ടവറിൽ വർക്ക് ചെയ്യുകയാണ്. ചേട്ടനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. കേരള തമിഴ്നാട് അതിർത്തിയിൽ മാർത്താണ്ഡം സൈഡിൽ എവിടെയോ ആണ് പഠിച്ചതെന്ന് പറഞ്ഞു. +2 കാലം. രാമേശ്വരം ടൗണിലെ തിരക്കുകളിൽ നിന്ന് പുറത്തിറങ്ങി. ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 7 കിലോമീറ്ററാണ് ഇനി ധനുഷ്കോടിക്കുള്ളത്.
രാമേശ്വരം ധനുഷ്കോടി റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗോദണ്ഡരാമർ ക്ഷേത്രം. കടലിന് നടുവിലായിട്ട്, അതായത് നമ്മുടെ ധനുഷ്കോടിയിലേക്ക് രാമേശ്വരത്ത് നിന്നുള്ള റോഡിൽ കടലിന് നടുവിലായിട്ട് കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതിമനോഹരമായൊരു ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ ബസ് ഇറങ്ങി പതുക്കെ നടന്ന് അങ്ങോട്ട് പോയി ക്ഷേത്രം കണ്ടിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നു നിന്നാൽ അടുത്ത ബസ്സിന് കയറി ധനുഷ്കോടിയിലേക്ക് പോകാം. ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റോഡിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ധനുഷ്കോടി ഒരു പ്രേത നഗരമാണ്, അല്ലെങ്കിൽ ഗോസ്റ്റ് ടൗൺ. ധനുഷ്കോടിയെ പ്രേത നഗരം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അറിയാത്ത ആളുകളുണ്ടാകില്ല. രാമേശ്വരം പോലെ രാമനാഥപുരം പോലെ ഒരുപാട് ആളുകൾ താമസിക്കുകയും കച്ചവടത്തിൽ ഏർപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പോയിക്കൊണ്ടിരുന്ന ഒരു നഗരത്തിന് പെട്ടെന്നൊരു രാത്രിയിൽ എന്തോ സംഭവിച്ചു. ആൻഡമാൻ കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റ് ശ്രീലങ്കയിലും തമിഴ്നാട്ടിലുമായിട്ട് ദുരിതം വിതച്ചു. ആ ചുഴലിക്കാറ്റ് അന്ന് ജീവനെടുത്തത് 1800ഓളം പേരുടെയായിരുന്നു. വളരെ ആക്റ്റീവായിരുന്ന ധനുഷ്കോടി അതോടുകൂടി താമസിക്കാൻ യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി മാറ്റപ്പെട്ടു. നമ്മളിപ്പോൾ വന്ന വഴിയിൽ കണ്ട ഗോദണ്ഡരാമർ ടെമ്പിളും കുറച്ച് ഭാഗങ്ങളും മാത്രമാണ് അവശേഷിച്ചത്. പാമ്പൻ പാലത്തിലൂടെ പോയ ഒരു തീവണ്ടി അടക്കമാണ് അന്ന് ചുഴലിക്കാറ്റിൻ്റെ അപകടത്തിൽപ്പെട്ടത്. ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷം 2017 തമിഴ്നാട് സർക്കാർ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. അതിനു മുൻപ് കടലിൻ്റെ ഒരു വശം ചേർന്ന് ചെറിയ മിനി വാഹനങ്ങളിലും മറ്റും ആളുകൾ ധനുഷ്കോടിയിലേക്ക് പോയിരുന്നു. 2017 റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ധനുഷ്കോടിയിലേക്ക് മാത്രമല്ലായിരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് കുറച്ച് മുൻപോട്ട് മാറി അരിച്ചാൽ മുന വരെയായിരുന്നു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അരിച്ചാൽ മുനയിൽ നിന്നാൽ രാത്രികാലങ്ങളിൽ നമുക്ക് ശ്രീലങ്കയുടെ തലൈമാന്നാറിൻ്റെ ലൈറ്റും മറ്റും കാണാൻ സാധിക്കും. 1964 ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പഴയ ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളാണിവ. പണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു നഗരത്തിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, പള്ളികളും പഴയ വീടുകളുടെ അവശിഷ്ടങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ധനുഷ്കോടിയിലെ പുതിയ വാച്ച് ടവർ മുന്നിലായിട്ട് കാണാം. ആ വാച്ച് ടവറിൽ കയറിയാൽ നമുക്ക് അരിച്ചാൽ മുനയും രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് കടലിന് നടുവിലൂടെ വരുന്ന റോഡുമൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ധനുഷ്കോടി ടൗണിൽ വലിയ വീടുകളൊന്നുമില്ല. എല്ലാം ചെറിയ വീടുകളാണ്. അവരൊന്നും സ്ഥിരമായി ഇവിടെ താമസിക്കുന്നവരാകണമെന്നുമില്ല. ഉറപ്പായിട്ടും ഭാവിയിലും ചുഴലിക്കാറ്റുകൾ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ധനുഷ്കോടി. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഓക്കി ചുഴലിക്കാറ്റ് ആൻഡമാൻ കടലിൽ നിന്ന് നമ്മുടെ തീരത്തേക്ക് വന്നത് രാമേശ്വരം ഭാഗത്തുകൂടിയായിരുന്നു. വാഹനത്തിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കാര്യം എടുത്തു പറയണം. നല്ല സഹകരണമുള്ള ആളുകളായിരുന്നു. ആദ്യമായിട്ട് ധനുഷ്കോടിയിൽ വരുന്നവർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവർ ധനുഷ്കോടിയിലെ ഓരോ കാര്യങ്ങളും വിവരിച്ചു തന്നു. കണ്ടക്ടറാണെങ്കിൽ വളരെ തമാശ രൂപേണയാണ് ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. ധനുഷ്കോടി ഒരു പ്രേത നഗരമാണെന്നും അവിടെ പേടിക്കാനുണ്ടെന്നുമൊക്കെ പറഞ്ഞ് വളരെയധികം തമാശ രൂപേണ നമുക്ക് ധനുഷ്കോടിയിലെ ഓരോ വിവരങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നു. ഡ്രൈവറും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മളോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു പാക്കേജും ഒന്നുമല്ല, സ്ഥിരമായിട്ട് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു സാധാരണ യാത്രാ ബസ് മാത്രമാണ്. എങ്കിലും ടൂറിസ്റ്റുകളാണ് വരുന്നത്. അവർക്ക് അവരുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയണം എന്ന് കരുതിയിട്ടാണ് അവർ രണ്ടുപേരും ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് വിശദീകരിച്ചത്. നമ്മുടെ അവസാന പോയിന്റായ അരിച്ചാൽ മുനൈ വരെ ബസ് എത്തിച്ചേർന്നു. ബസ് ഇനി മുന്നോട്ട് പോകില്ല. നേരത്തെ അവിടെയുള്ള റൗണ്ടിലിട്ട് തിരിച്ചായിരുന്നു വരുന്നത്. ഇപ്പോൾ ആ റൗണ്ടിലേക്ക് ഒരു വാഹനങ്ങളും പ്രവേശിപ്പിക്കില്ല. കാരണം അവിടെ നിരവധി വാഹനങ്ങൾ ബ്ലോക്കിൽ പെടുന്നത് കാരണം അരിച്ചാൽ മുനയുടെ എൻഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. അതിന് തൊട്ട് മുൻപിൽ വെച്ച് വാഹനങ്ങൾ തടഞ്ഞ് അവിടെയായിട്ട് പാർക്കിംഗ് അനുവദിക്കും. ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. കടലിന് നടുവിലേക്ക് ഇത്തരത്തിലുള്ള ഒരു റോഡ് നിർമ്മിച്ച തമിഴ്നാട് സർക്കാരിനാണ് ആദ്യത്തെ കയ്യടി. ഭാവിയിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെയൊക്കെ ഈ ഒരു ഭാഗം അതിജീവിക്കുമോ എന്നറിയില്ല. എങ്കിലും ഉള്ള കാലം വരെ നമുക്ക് കണ്ട് ആസ്വദിക്കാം.
മലിനീകരണം പേടിച്ചിട്ടായിരിക്കും ഇവിടെ ഒന്നും കുപ്പിവെള്ളം വിൽക്കുന്നില്ല. ആകെ ഉള്ളത് ഈ ഒരു ഫ്രൂട്ട്സ് ആണ്. ഞാൻ തന്നെ ഒരു 2-3 കപ്പ് ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചു. അത്രയ്ക്ക് ചൂടുണ്ട്. ചൂടെന്ന് പറയുമ്പോൾ നേരിട്ട് ചൂട് അനുഭവപ്പെടുകയില്ല, നമുക്ക് നല്ല ദാഹം അനുഭവപ്പെടുന്നുണ്ട്. കടൽ കാറ്റ് കാരണം വലിയ ചൂട് നമുക്ക് ശരീരത്ത് അനുഭവപ്പെടുന്നില്ല, പക്ഷെ നല്ല ദാഹമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇവിടെയായിട്ടൊരു താരത്തെ കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ അരിച്ചാൽ മുനയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് മുൻപ് മിനി വാഹനങ്ങളിലെ ആളുകൾ ധനുഷ്കോടിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അത്തരത്തിൽ എത്തിച്ചേർന്നിരുന്ന ഒരു വാഹനമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മഹേന്ദ്രയുടെ മാക്സി ക്യാബ് എന്ന് പറയുന്ന നിരവധി വാഹനങ്ങളാണ് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ആളുകളെ എത്തിച്ചിരുന്നത്. ഇപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം ഈ മാക്സി ക്യാബ് വാഹനങ്ങൾ രാമേശ്വരത്ത് നിന്ന് കടലിലൂടെ ധനുഷ്കോടിയിലേക്ക് വരുന്ന വീഡിയോകൾ. തൊട്ട് മുന്നിലാണ് ശ്രീലങ്ക എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഭാവിയിലെങ്കിലും ഇന്ത്യയും ശ്രീലങ്കയും ഇടപെട്ട് ഒരു പാലം നിർമ്മിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം വലിയ ആഴമൊന്നും ഈ ഒരു ഭാഗത്തില്ല. നമ്മൾ പറയുന്ന പോലെ രാമസേതു അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ മുന്നിലായിട്ട് കാണപ്പെടുന്നത്. ആ ഒരു ഭാഗം പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും ഒരുമിച്ച് കിടന്നതായിരിക്കണം. പിന്നീട് ആ കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിലെ ജലനിരപ്പ് ഉയർന്ന് ആ ഒരു ഭാഗം മുങ്ങിപ്പോയതാകാനാണ് സാധ്യത. നമുക്കതിൻ്റെ ചരിത്രവശങ്ങൾ കൂടുതലായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ആരും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. സമയം ഉച്ചയ്ക്ക് 2:30 ഒരുപാട് ഓർമ്മകളുമായി നമ്മൾ ധനുഷ്കോടി ടൗണിൽ നിന്ന് തിരിച്ച് രാമേശ്വരത്തേക്ക് പോവുകയാണ്. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആകുന്നത്. ഇവിടെ നമുക്ക് ധനുഷ്കോടി ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പണ്ടത്തെ പള്ളിയുടെയും വീടുകളുടെയും എല്ലാം അവശിഷ്ടങ്ങൾ ഇപ്പോഴും ധനുഷ്കോടിയിലുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും ധനുഷ്കോടി വീണ്ടും ഒരു പുതിയ നഗരമായിട്ട് വന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ്. തിരികെ രാമേശ്വരം ടൗണിലെത്തി. രാമേശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്. സാറിൻ്റെ വീടും കണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷനിൽ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും എടുത്ത് 2 മണിക്കൂർ AC വെയിറ്റിംഗ് ഹാളിൽ വിശ്രമിച്ചു. IRCTCയുടെ നിയന്ത്രണത്തിലുള്ള AC വെയിറ്റിംഗ് ഹാൾ 1 മണിക്കൂറിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. തമിഴ്നാട് പോലെ നല്ല ചൂടുള്ള സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള AC വെയിറ്റിംഗ് ഹാളുകൾ ആളുകൾക്ക് ഉപകാരപ്പെടും. 6:15 രാമേശ്വരത്ത് നിന്ന് മധുര ലക്ഷ്യമാക്കി പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനിൽ കയറി. 9:35 മധുരയിൽ എത്തിച്ചേരുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. രാമേശ്വരത്തും ധനുഷ്കോടിയിലുമൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരികെ മടങ്ങിപ്പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടൈമിംഗ് ആണ് ഈ ട്രെയിനിനുള്ളത്. 6:15 രാമേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് 9:35 മധുരയിലെത്തുന്നത് ഒരു നല്ല ടൈം തന്നെയാണ്. 9:35 സമയത്ത് മധുരയിലെത്തിയാൽ നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിനും ലഭിക്കും. അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്ക് കണക്ഷൻ ട്രെയിനുകളും ബസ്സുകളും എല്ലാം മധുരയിൽ നിന്ന് ലഭിക്കും. അത്തരത്തിൽ നല്ല ടൈമിങ്ങോടുകൂടി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് വൈകിട്ട് 6:15 രാമേശ്വരത്ത് നിന്ന് മധുരയിലേക്കുള്ള ഈ ട്രെയിൻ. അങ്ങനെ 10:45 1 മണിക്കൂർ വൈകി മധുരയിൽ എത്തിച്ചേർന്നു. നാളെ തിരുവോണമാണ്. ഒരു ജിഗർത്തണ്ടയൊക്കെ വാങ്ങി കുടിച്ച് രാവിലെ 12:15 മധുരയിൽ നിന്ന് എടുക്കുന്ന എഗ്മോർ കൊല്ലം ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉത്രാട തലേന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ യാത്ര അങ്ങനെ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ധനുഷ്കോടിയിൽ പോകുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് തിരിച്ചെത്തുന്നതുവരെ നന്ദി.